സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ത്വൽപാദാംബുജസേവചേതു സതതം കാരുണ്യവാരാംബുധേ. മൽപാപം മുഴുവൻ കളഞ്ഞു ശിവദേ സംശുദ്ധി ചെയ്യേണമേ. അല്പാൽപം മനതാരിനേറ്റ ക്ഷതവും ദുഃഖങ്ങളും തൽക്ഷണേ നിൽപ്പാനുള്ള മരുന്നു ഞാൻ കരുതിയില്ലമ്മേ പരം മേ ഭയം. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവതം ഷഷ്ഠസ്കന്ധം 12-ാമത്തെ അധ്യായം അവലോകനം ചെയ്തുകൊണ്ടുവരുന്നു. ഹരിശ്ചന്ദ്രൻ തനിക്കൊരു ഉണ്ണിയുണ്ടായാൽ ആ ഉണ്ണിയെ യാഗപ്പശുവാക്കി യജ്ഞത്തിലൂടെ സമർപ്പിച്ചു കൊള്ളാമെന്ന് വരുണനെ പ്രാർത്ഥിച്ചുകൊണ്ട് സത്യം ചെയ്യണു. അതനുസരിച്ചിട്ട് ആ ഉണ്ണിയുണ്ടാവണം. ആ ഉണ്ണിയുടെ ജന്മോത്സവം ആഘോഷിക്കുന്ന സമയത്താണ് വിപ്രന്റെ രൂപമെടുത്തു വന്നതായിട്ടുള്ള വരുണൻ അങ്ങ് ചെയ്ത പ്രതിജ്ഞ പോലെ എനിക്ക് ആ ഉണ്ണിയെ യാഗപ്പശുവായിട്ട് തരൂ യജ്ഞത്തിലൂടെ എന്ന് പറയുകയാണ്. അപ്പോഴാണ് സന്ദർഭോചിതമായിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ഇത്തരം പ്രതിജ്ഞകളും വാക്കുകളും എല്ലാം പാലിക്കാൻ കഴിയാത്തവരായി ധർമ്മസങ്കടത്തിൽപ്പെടുന്ന കാര്യത്തിനെ പറ്റി ഓർമ്മിപ്പിച്ചത്. വരുണന്റെ വാക്കുകൾ കേട്ടപ്പോൾ രാജാവിന് അത്യധികം ദുഃഖമുണ്ടായി, ഭയന്നു. അപ്പോഴാണ് ബോധമുണ്ടായത് താൻ ചെയ്തതായിട്ടുള്ള പ്രതിജ്ഞാബദ്ധമായിരുന്നു എന്നുള്ളത്. കാരണം അത്തരത്തിലുള്ള ദുഃഖിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന ഒരു പ്രതിജ്ഞയാണ് അറിഞ്ഞോ അറിയാതെ കണ്ടോ ഒരു പുത്രലാഭത്തിന് വേണ്ടിയിട്ട് താൻ ചെയ്തു പോയത്. ദുഃഖിച്ച ഹരിശ്ചന്ദ്രൻ കൈകളെ കുപ്പിക്കൊണ്ട് വരനോട് പറഞ്ഞു, സ്വാമീൻ, അങ്ങയോട് ചെയ്ത പ്രതിജ്ഞ അനുസരിച്ച് ആ യജ്ഞം ഞാൻ ചെയ്യുന്നുണ്ട്, വാക്ക് പാലിക്കുന്നുണ്ട്, സത്യം പാലിക്കുക തന്നെ ചെയ്യും. എന്തായാലും 1 മാസം പൂർണ്ണമായിട്ടേ ധർമ്മപത്നി വിശുദ്ധിയാവുകയുള്ളൂ. പത്നി വിശുദ്ധിയായി കഴിഞ്ഞാൽ ഉടനെ ആ പുത്രനെ യജ്ഞപ്പശുവാക്കിക്കൊണ്ട് ഞാൻ യജ്ഞം ചെയ്തു കൊള്ളാം എന്ന് തൽക്കാലം പറഞ്ഞു. ഇത്യുക്ത്വേവ ജനേ രാജ്ഞഃ വരുണസ്വഗൃഹം ഗതഃ രാജാ ബഭൂവ സന്തുഷ്ടഃ കിഞ്ചിൽ ചിന്താതുരസ്തഥാ. ഇപ്രകാരം രാജാവ് പറഞ്ഞത് കേട്ട വരുണൻ സ്വന്തം കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയി. ഹരിശ്ചന്ദ്രൻ തൽക്കാലം സന്തുഷ്ടനായി എങ്കിലും ചിന്താകുലനായി തീർന്നു. കാരണം 1 മാസം ആണ് ഇപ്പോൾ അവധി ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ 1 മാസം എന്നുള്ളത് നമുക്കറിയാലോ, പെട്ടെന്ന് കടന്നു പോവും. അപ്പോൾ 1 മാസം കഴിഞ്ഞാൽ ആദ്യം വരും വരുണൻ. തൽക്കാലം കുറച്ച് സമയം കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് ഒരു കാര്യനിവൃത്തിയായിട്ടില്ലല്ലോ. എന്തായാലും ആ ചിന്തയിലിരുന്നു ഹരിശ്ചന്ദ്രൻ. 1 മാസം തികഞ്ഞപ്പോഴേ വീണ്ടും ഹരിശ്ചന്ദ്രനെ പരീക്ഷിക്കാനായിക്കൊണ്ട് വരുണൻ അതേ വിപ്രവേശത്തിൽ വന്നു. ആസനം നൽകി പൂജിച്ചു. സുഖമായിരുത്തിയ ശേഷം രാജാവ് മനസ്സിലായി ഹരിശ്ചന്ദ്രൻ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് വരുണൻ തന്നെയാണ് എന്ന്. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നു പോയതാണല്ലോ, കണ്ടതാണല്ലോ. അപ്പോൾ ഇപ്രാവശ്യം എന്തിനാ വന്നത് എന്നുള്ളത് നന്നായിട്ട് അറിയാം. കാരണം 1 മാസം കഴിഞ്ഞാൽ ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ 1 മാസമായി അതാ വന്നിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഹരിശ്ചന്ദ്രൻ പറഞ്ഞു, അസംസ്കൃതം സുതം സ്വാമിൻ യൂപേ ബധ്നാമി തം കഥം സംസ്കൃത്യ ക്ഷത്രിയം കൃത്വാ യജേഹം യജ്ഞമുത്തമം. സംസ്കാരാദി ക്രിയകളൊന്നും ഞാൻ ഈ ഉണ്ണിക്ക് ചെയ്തിട്ടില്ല. ആ ശിശുവിനെ യൂപത്തിൽ ബന്ധിക്കുന്നത് പിന്നെ എങ്ങനെയാണ്? സംസ്കാരാദികൾ ചെയ്ത് ക്ഷത്രിയനാക്കിയിട്ട് ഞാൻ ഉത്തമമായിട്ടുള്ള യജ്ഞം നിർവഹിച്ചു കൊള്ളാം. അതുകൊണ്ട് എന്നിൽ ദയ കാണിക്കണം.
സംസ്കാരാദി ക്രിയകൾ ചെയ്ത് ബാലനെ, സംസ്കാരാദികൾ ചെയ്യാത്ത ബാലനെ യജ്ഞപശുവാക്കുവാനോ ഒരു യജ്ഞം നടത്തുവാനോ കഴിയില്ല. അതുകൊണ്ട് അതുവരെ അങ്ങ് കുറച്ചൊന്ന് കാത്തിരിക്കണം എന്ന് വരുണനോട് അഭ്യർത്ഥിച്ചു. വരുണൻ പറഞ്ഞു, രാജാൻ ആദ്യം സത്യം ചെയ്തിട്ട് വഞ്ചിക്കാൻ ശ്രമിക്കുകയാണോ? പുത്രനില്ലാതിരുന്ന താങ്കൾക്ക് പുത്രനോടുള്ള വാത്സല്യം വെടിയാൻ ആവില്ല എന്ന് എനിക്കറിയാം. അങ്ങയുടെ ഭംഗിവാക്ക് കേട്ടുകൊണ്ട് ഞാനിതാ ഗൃഹത്തിലേക്ക് വീണ്ടും പോകണു. അല്പകാലം കഴിഞ്ഞ് ഞാൻ അങ്ങയുടെ ഗൃഹത്തിലേക്ക് വീണ്ടും വരും. അന്ന് അങ്ങ് വാക്ക് പാലിച്ചിരിക്കണം, അല്ലെങ്കിൽ ഞാൻ അങ്ങയെ ശപിക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ടിതാ വരുണൻ സ്വന്തം ഗൃഹത്തിലേക്ക് തൽക്കാലം മടങ്ങിപ്പോയി. അപ്പോൾ പറഞ്ഞു ഹരിശ്ചന്ദ്രൻ, സമാവർത്തന കർമാന്തേ സർവധാ യാദസാംപതേ കൃത്വാ പുത്രപശും യജ്ഞേ യജിഷ്യേ വിധിപൂർവകം. സമാവർത്തന കാലം കഴിഞ്ഞാൽ ഉടനെ എൻ്റെ പുത്രനെ യജ്ഞപശുവാക്കിക്കൊണ്ട് വിധിപൂർവം ഞാൻ യാഗം നടത്തിത്തരാം. പറഞ്ഞ വാക്കിൽ തെറ്റില്ല എന്നൊക്കെ വീണ്ടും ഹരിശ്ചന്ദ്രൻ അവിടെ വെച്ചിട്ട് വരുണനോട് പറഞ്ഞു. വ്യാസം പറയണു, തൽശ്രുത്വാ വചനം രാജ്ഞാ വരുണ പ്രീതമാനസ തഥേത്യുക്ത്വാ യയൗ തൂർണം നൃപസ്തു സുസ്ഥിതോ അഭവൽ. അങ്ങനെ പറഞ്ഞു കേട്ട വരുണന് സന്തുഷ്ടനായി. അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും വേഗം പോകുകയും ചെയ്തു. രാജാവും തൽക്കാലം ആ കഷ്ടത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് പറയുകയാണ്. അദ്ദേഹം ജാതകർമാദികളൊക്കെ കഴിച്ചു. ഈ പുത്രന് രോഹിതൻ എന്നാണ് പേരിട്ടത്. ഹരിശ്ചന്ദ്രൻ എന്ന് പറയുകയാണ്. അപ്പോൾ രോഹിതൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഈ പുത്രൻ രാജകുമാരൻ സർവ്വവിദ്യകളും അഭ്യസിച്ച് സമർത്ഥനായിട്ട് ഇതാ വളർന്നു വരുന്നു. അങ്ങനെ വളർന്നു വന്ന അവൻ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാൻ തുടങ്ങിയ വയസ്സായപ്പോൾ അവൻ ഈ സംഗതികളൊക്കെ മനസ്സിലാക്കി. ഇത്തരത്തിലുള്ള ഒരു സത്യം അച്ഛൻ വരുണനോട് ചെയ്തതുകൊണ്ടാണ് താൻ ജനിച്ചത് എന്ന് മനസ്സിലായി. വരുണൻ പല പ്രാവശ്യം വന്നുപോയതും അച്ഛൻ സമയം ചോദിച്ചതും എല്ലാം എങ്ങനെയോ മനസ്സിലാക്കി എന്ന് വേണം കരുതാൻ. എന്തായാലും തന്നെ യജ്ഞപശുവാക്കിയിട്ട് യാഗത്തിലൂടെ വധിക്കപ്പെടും താൻ എന്ന് ആ രോഹിതനും മനസ്സിലാക്കി എന്ന് പറയുകയാണ്. ഇവിടെ പറഞ്ഞ മാതിരി ഈ കഥ നവമസ്കന്ധത്തിലെ ഹരിശ്ചന്ദ്രൻ്റെ കഥകൾ പറയുന്ന സമയത്ത് ശ്രീമദ് ഭാഗവത പുരാണത്തിലും കുറച്ച് ദീർഘമായിട്ട് ഈ കഥ അവിടെയും പറയുന്നുണ്ട്. അവിടെ കുറച്ചൊരു വ്യത്യാസത്തോടു കൂടിയുള്ള കഥയാണ് ഭാഗവത പുരാണത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വേറൊരു കുറച്ചല്പം വ്യത്യാസമായിക്കൊണ്ട് ചില ഭാഗങ്ങൾക്കെല്ലാം വ്യത്യാസം വരുത്തിക്കൊണ്ടാണ് ഇവിടെ വ്യാസൻ ആ കഥ പറയണത്. എന്തായാലും കഥയുടെ താല്പര്യങ്ങളെ എത്തിച്ചേരുന്നത് ഒന്നിലേക്ക് തന്നെയാണ്. അപ്പോൾ നടുവിലുള്ള സംഭവങ്ങളിൽ അല്പസ്വല്പങ്ങൾ വ്യത്യാസങ്ങളുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ തുടക്കവും അവസാനവും രണ്ട് പുരാണങ്ങളിലും ഒന്ന് തന്നെയാണ്. അപ്പോൾ ആ കഥയുടെ സാരം, ആ ലക്ഷ്യം എന്താണ് എന്നുള്ളത്, അതാണല്ലോ പ്രധാനം. അതൊന്നു തന്നെ എന്ന് മനസ്സിലാക്കുക. എന്തായാലും ഇവിടെ വളർന്നു വരുന്ന ഈ രോഹിതൻ ഇതൊക്കെ എങ്ങനെയോ അറിഞ്ഞ് അവനിത് മനസ്സിലായി. അവനും ചിന്താകുലനായി എന്ന് പറയാണ്. എന്താ പിന്നീട് സംഭവിച്ചത് നമുക്ക് തുടർന്ന് പോകാം നാളെ. ഇന്ന് സമയമായതുകൊണ്ട് ഇവിടെ തന്നെ നിർത്തുന്നു.